അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇതിനു മുമ്പ് ഒരു റൂം ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് അതിൽ ഞാൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് എല്ലാം കൂടി നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ എൻട്രൻസിൻ്റെ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കുമല്ലോ നല്ലത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ സ്കൂളിൻ്റെ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. എന്നിട്ട് അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ നമ്മുടെ പോസ്റ്റേഴ്സ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അവിടെയാണ്. ദെൻ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിൽ കാണിക്കാൻ ഇഷ്ടമുള്ള സ്ഥലമാണ് എൻ്റെ സ്റ്റഡി ടേബിൾ. സോ ഇത് ഞാൻ കട്ടിൽ ക്ലൗഡ് കണ്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ളതാണ്. പിന്നെ ആ ഫേക്ക് അതൊക്കെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ അവിടെ സാൻഡ്രിയോടെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. ഇവിടെ എൻ്റെ പെന്നും പിന്നെ പെൻ സ്റ്റാൻഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ആ 2 ഷെൽഫാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഷെൽഫിൽ വന്നിട്ട് കളേഴ്സ്, ക്രയോൺസ്, അക്രലിക് പെയിൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഫുള്ള് പേസ്റ്റൽസ്, ഓയിൽ പേസ്റ്റൽസ് അങ്ങനെയുള്ള ഐറ്റംസാണ്. നെക്സ്റ്റ് ഇവിടെ വന്നിട്ട് എൻ്റെ ജിയോമെട്രിക് ബോക്സും സ്കൂളിലെ ബുക്സും ഫയൽസും അങ്ങനെയുള്ള ഐറ്റംസാണ് അവിടെ ഫുള്ള്. പിന്നെ നമ്മുടെ ക്രാഫ്റ്റിംഗ് ഏരിയ, ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ അത് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടല്ല വെച്ചേക്കുന്നത്. ഞാനത് റെക്കോർഡ് ചെയ്യുന്ന ടൈമിലാണ് അത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് ഇതാണ് കേട്ടോ. നെക്സ്റ്റ് ഈ ഒരു ഷെൽഫാണ്. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇത് വീട്ടിലുള്ളവർക്കറിയാം ഇതിൻ്റെ യൂസ് എത്രയാണെന്ന്. ഫസ്റ്റ് റോയിൽ കുറച്ച് ബോകളാണ്, സെക്കൻഡ് റോയിൽ എൻ്റെ ആക്സസറീസാണ്, തേർഡ് റോയിൽ എൻ്റെ ഈ യൂണിക്കോൺ ബുക്കും ജേർണലിംഗ് സെറ്റ് അതൊക്കെയാണ്, ഫോർത്ത് റോയിൽ എൻ്റെ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ഫിഫ്ത്ത് റോ ഞാൻ ഷൂട്ട് ചെയ്തില്ല, സോറി. ആൻഡ് ഇവിടെ വന്നിട്ട് എൻ്റെ ഒരു ഡോളുണ്ട്. എൻ്റെ പേര് മിഫി എന്നാണ്. ഇതെനിക്ക് 7 വയസ്സുള്ളപ്പോൾ എൻ്റെ ഉമ്മി ഗിഫ്റ്റ് ചെയ്തതാണ്. പിന്നെ അവിടെ ഒരു വൈറ്റ് കർട്ടൻ ആണ് വരുന്നത്. നല്ല ട്രാൻസ്പെറൻ്റ് ആണ്, നല്ല രീതിയിൽ സൺലൈറ്റ് റൂമിലോട്ട് കിട്ടുന്നുണ്ട്. പിന്നെ അവിടെ ഞാൻ കുഞ്ഞിലേ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ബട്ട് അതൊന്നും ഞാൻ റൂം മേക്കർ ടൈമിലൊന്നും മാറ്റിയിട്ടൊന്നുമില്ല. ഇതാണ് എൻ്റെ ഷെൽഫ് വന്നിട്ട്. അത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചില്ല. ഇവിടെ ഞാൻ എൻ്റെ 9 ഇയേഴ്സ് ഉള്ളപ്പോൾ ഞാൻ വരച്ചൊരു ഡ്രോയിങ് ഉണ്ട്. ഇതെനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടമുള്ളതാണ്. ഇതെൻ്റെ ബ്രദർ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത പില്ലോ ആണ്. സിസ്റ്റർ ഈസ് എ ഫോർ-എവർ ഫ്രണ്ട് എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു പില്ലോ എൻ്റെ ബർത്ത്ഡേക്ക്. ദെൻ ഇത് എനിക്കിതിന് മുമ്പുണ്ടായിരുന്ന സ്റ്റഡി ടേബിളിൻ്റെ സൈഡിൽ വന്നിട്ട് പോസ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുഞ്ഞിലേ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഡ്രീം ക്യാച്ചറാണ്. കാർഡ്ബോർഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. കാർഡ്ബോർഡും പിസ്താണ് ഷെല്ലും. ഇതും ഞാൻ കട്ടിൽ ക്ലൗഡ് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഡെക്കോറാണ്. പിന്നെ ഞാനൊരു കാര്യം വിട്ടുപോയി, ഈ ഒരു സംഭവം ഇതും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. നെക്സ്റ്റ് എൻ്റെ ഡോറിൻ്റെ ബാക്കിലായിട്ട് ഒരുപാട് സ്റ്റിക്കി നോട്ട്സ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു പോർഷനിലൊക്കെ ആയിട്ട് ഒരുപാടുണ്ടായിരുന്നു. അത് ഇളകി പോയതാണ്, കാരണം ഇത് ഒരുപാട് ഇതാക്കി. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇത് ഫസ്റ്റ് ഞാൻ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റിക്കി നോട്ടാണ്. അപ്പോൾ ഓൾ ഇൻ ഓൾ എല്ലാം സെറ്റല്ലേ. ഇനി നമുക്ക് റൂമിനെ പറ്റി സംസാരിക്കാം. റൂമിലെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പം ഏകദേശം സംസാരിച്ചു. നെക്സ്റ്റ് നമുക്കിനി റൂമിനെ പറ്റി സംസാരിക്കാം. ഞാൻ പറഞ്ഞ പോലെ ആ ഒരു സൈഡിലായിട്ടാണ് ഞാൻ എല്ലാം സെറ്റ് ചെയ്തിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യൽ. ഓക്കെ, അപ്പോൾ റൂമിനെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ ഈ വീട് വാങ്ങിയിട്ട് ഏകദേശം 7 ഇയേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് ഞാൻ ചൂസ് ചെയ്ത റൂമാണിത്. ഇത് നോർമലായിട്ട് തന്നെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ 6 months 7 months അകമാണ് ഞാനിത് സെറ്റ് ചെയ്തെടുത്തത്. എനിക്ക് ഒരു ആഗ്രഹം വന്നു, എന്താ പറയുക, കുറച്ച് ക്യൂട്ടാക്കി വാൾ പോസ്റ്റൊക്കെ സെറ്റ് ചെയ്ത്, പിന്നെ കുറേ സ്റ്റഡി ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വൈറ്റ് കർട്ടനൊക്കെ ആക്കിയിട്ട് ഒരു റൂം സെറ്റ് ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സെറ്റ് ചെയ്തെടുത്തതാണ് എൻ്റെ ഈ ഒരു റൂം. ഇതുപോലെ അല്ലായിരുന്നു ഈ മേക്ക് ഓവറിന് മുമ്പുള്ള റൂം. എനിക്ക് ബിഫോർ ആഫ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് അതെൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. സോ എൻ്റെ റൂം എനിക്കിപ്പോൾ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കംഫർട്ട് ഏരിയ എന്ന് പറയുന്നത് എൻ്റെ റൂം ആണ്. ബട്ട് റൂമിലെ ഒരു സ്പെസിഫിക് ഏരിയ വന്നിട്ട് എൻ്റെ സ്റ്റഡി ടേബിളാണ്.
അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.